നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിൽ അനുഭവപ്പെടുന്ന പാചകവാതക ക്ഷാമം അത് വലിയ രീതിയിൽ പലയിടങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. പല ഹോട്ടലുകളും അടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇത് പരിഹരിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ അടിയന്തര നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെയും കാറ്ററിംഗ് ഉടമകളുടെയും യോഗം ചേരുകയുണ്ടായി. കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹം സ്ഥിതിഗതികൾ വിശദീകരിക്കുകയും ചെയ്തു. പാചകവാതക ക്ഷാമത്തിന്റെ പേരിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കാൻ പാടില്ല എന്ന് ഹോട്ടൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, എല്ലാ കടകളിലും കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നൽകാവൂ എന്നും മേയർ വ്യക്തമാക്കി. മറിച്ച് എന്തെങ്കിലും സംഭവിച്ച് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ, പരാതിയായിട്ട് ഉന്നയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മേയർ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും വിധേന ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ കോർപ്പറേഷൻ മുൻകൈയെടുത്ത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങുമെന്ന് മേയറുടെ ഉറപ്പ്. കൂടുതൽ തീരുമാനങ്ങൾക്കായി സർവകക്ഷി യോഗവും തുടർന്ന് മുഴുവൻ കൗൺസിലർമാരുടെ ഓൺലൈൻ യോഗവും ചേരുമെന്നും മേയർ വ്യക്തമാക്കി. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒരിക്കൽ കൂടി നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെയും കാറ്ററിംഗ് ഉടമകളുടെയും യോഗം ചേർന്നു. ബഹുമാനപ്പെട്ട കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ശ്രീ സുരേഷ് ഗോപി പാചകവാതക ക്ഷാമം നേരിടാൻ കേന്ദ്ര സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഭക്ഷണ സാധനങ്ങളുടെ വില വർധനവ് പാടില്ലെന്നും കടകളിൽ തിളപ്പിച്ച വെള്ളം കുടിക്കാൻ കൊടുക്കണമെന്നും നിർദ്ദേശം നൽകി. പാചകവാതകം പൂഴ്ത്തിവയ്ക്കുന്നവരെയും കരിചന്തക്കാരെയും കർശനമായി നേരിടാൻ പ്രത്യേക സ്ക്വാഡുകൾക്ക് രൂപം നൽകും. പരീക്ഷക്കാലമായതിനാൽ ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടുമെന്ന ആശങ്ക വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലെ രോഗികളും കൂട്ടിരിപ്പുകാരും ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഹോസ്റ്റലുകളിലും ഹോസ്പിറ്റലുകളിലും ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെ സഹായിക്കുവാൻ കോർപ്പറേഷൻ മുൻകൈയെടുത്ത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങും. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗവും തുടർന്ന് മുഴുവൻ കൗൺസിലർമാരുടെയും ഓൺലൈൻ യോഗവും നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ LPG ക്ഷാമം രൂക്ഷമാകുകയാണ്. സംസ്ഥാനത്ത് അനധികൃത LPG സിലിണ്ടർ വ്യാപാരം വളരെ വ്യാപകമായിരിക്കുന്നു. സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുകയും ബുക്കിംഗ് സ്ലിപ്പുകൾ ഇല്ലാതെ വിൽക്കുകയും സിലിണ്ടറുകൾ കൃത്രിമം കാണിക്കുകയും ചെയ്യുന്നതായി പരാതികൾ ഉയർന്നുണ്ട്. ഡീലർമാർ റെസിഡൻഷ്യൽ വീടുകളിൽ ഡസൻ കണക്കിന് സിലിണ്ടറുകൾ സൂക്ഷിക്കുകയും അവ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ഡെലിവറിക്ക് മുൻപ് ഓരോ സിലിണ്ടറിൽ നിന്നും ചെറിയ അളവിൽ ഗ്യാസ് ചോർത്തുകയും ചെയ്യുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വീട്ടിൽ ഗ്യാസ് ഏജൻസി നരേലയിലെ ഒരു വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഡസൻ കണക്കിന് സിലിണ്ടറുകളാണ്. നരേലയിലുള്ള സ്വതന്ത്ര നഗറിലായിരുന്നു പരിശോധന നടത്തിയത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഡസൻ കണക്കിന് സിലിണ്ടറുകൾ കണ്ടെത്തിയത്. ചെറിയ പലചരക്ക് കട പ്രവർത്തിച്ചിരുന്ന വീട്ടിൽ നിന്ന് 50ഓളം LPG സിലിണ്ടറുകൾ കണ്ടെത്തി. അനധികൃത സിലിണ്ടർ വ്യാപാര കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുകയാണെന്നും അന്വേഷണത്തിലൂടെ വ്യക്തമായി. സിലിണ്ടർ വാങ്ങാനെന്ന പേരിൽ വേഷം മാറി എത്തിയ പോലീസിനോട് നടത്തിപ്പുകാരനായ ഗോപാൽ സിലിണ്ടർ ലഭ്യമല്ലെന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ കൂടുതൽ പണം നൽകാമെന്ന് പറഞ്ഞതോടെ വൈകിട്ട് നൽകാമെന്ന് സമ്മതിച്ചു. ജസോള വിഹാറിലും വീടിനുള്ളിൽ ഒളിപ്പിച്ച രീതിയിൽ 60 സിലിണ്ടറുകൾ കണ്ടെത്തി. ആവശ്യക്കാർക്ക് ബുക്കിംഗ് രസീതില്ലാതെയാണ് സിലിണ്ടറുകൾ വിറ്റിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. അംഗീകൃത LPG ഏജൻസികളുടെ മറവിലാണ് തട്ടിപ്പ്. 1500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഓരോ സിലിണ്ടറിനും ഈടാക്കുന്നത്. ബുക്കിംഗ് ഉള്ള ഉപഭോക്താക്കളുടെ പേരിൽ വ്യാജ രസീത് തയ്യാറാക്കിയും സിലിണ്ടറുകൾ നൽകും. പണം ഓൺലൈനായി വാങ്ങാതെ നേരിട്ടുള്ള ഇടപാടുകളാണ് നടത്തുന്നത്. ബ്ലാക്ക് സിലിണ്ടർ എന്നാണ് അനധികൃതമായി നൽകുന്ന സിലിണ്ടറുകളെ വിൽപ്പനക്കാർ പറയുന്നത്. ഡെലിവറിക്ക് മുൻപ് ഈ സിലിണ്ടറുകളിൽ നിന്ന് ഏകദേശം 1/2 കിലോഗ്രാം മുതൽ 1.5 കിലോഗ്രാം വരെ വാതകം മറ്റ് സിലിണ്ടറുകളിലേക്ക് ഇവർ മാറ്റുകയും ചെയ്യും. അതായത് 14 കിലോഗ്രാമിൻ്റെ സാധാരണ സിലിണ്ടർ കരിഞ്ചന്തയിൽ വാങ്ങുമ്പോൾ 12 മുതൽ 13 കിലോഗ്രാം വരെ മാത്രമേ ഗ്യാസ് കിട്ടൂ. സാധാരണയേക്കാൾ ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത്. പകരം കാലി സിലിണ്ടർ നൽകാനില്ലെങ്കിൽ വില 5000 കടക്കും. എന്തായാലും സുരക്ഷ കൂട്ടിയിരിക്കുന്നു. അന്വേഷണമൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പാചകവാതക സിലിണ്ടറിൻ്റെ ഒരു ക്ഷാമത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ ഡൽഹിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവധികളെല്ലാം റദ്ദാക്കി. എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും LPG വിതരണ ശൃംഖലയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗതം, വിതരണ ഉദ്യോഗസ്ഥർ എന്നിവയടക്കം സുരക്ഷ നൽകണം. നിലവിൽ രാജ്യതലസ്ഥാനത്തെ LPG വെയർഹൌസിന് 24 മണിക്കൂർ സുരക്ഷ ഡൽഹി പോലീസ് നൽകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കൂടിയുള്ള അനാവശ്യ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കാനായി പ്രത്യേക യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകളോട് ലോക്കൽ LPG സ്റ്റോക്കുകൾ ദിവസേന പരിശോധിക്കണം പരിശോധിക്കണമെന്നും വിതരണം തടയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം
കൊട്ടുകരയിൽ വാഹനങ്ങൾക്ക് ഗ്യാസ് നിറയ്ക്കുന്ന പമ്പിൽ നിന്ന് നൂറുകണക്കിന് പേർക്ക് പാചകവാതക സിലിണ്ടർ നിറച്ചു നൽകി. വിവരമറിഞ്ഞ് കൂടുതൽ പേർ സിലിണ്ടറുമായി പമ്പിന് മുൻപിലെത്തി. പക്ഷേ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർ ഇടപെട്ടു. ഇതോടെ വിതരണം നിർത്തി. കഴിഞ്ഞ ദിവസമാണ് കൊട്ടുകരയിലെ ഓട്ടോ LPG പമ്പിൽ നിന്ന് ഗ്യാസ് വിതരണം നടന്നത്. പാചകവാതക ആവശ്യത്തിനായി എത്തിയവരിൽ ഒന്നിലധികം സിലിണ്ടറുകളുമായി വന്നവരുമുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ പമ്പിന് മുൻപിലേക്ക് ആളുകളുടെ പ്രവാഹമായിരുന്നു. കോഴിക്കോട് ജില്ലയിലുള്ളവരും എത്തി. പക്ഷേ വിതരണം നിർത്തിയതായി പമ്പ് അധികൃതർ അറിയിച്ചതോടെ ആളുകൾ പിരിഞ്ഞുപോയി. അതേസമയം സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളും വാണിജ്യ പാചകവാതക വിതരണം വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പാചകവാതക ബുക്കിംഗ് കുത്തനെ ഉയർന്നതിനെ തുടർന്ന് കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ രാജ്യവ്യാപകമായി റെയ്ഡ് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പ്രതിദിനം 55 ലക്ഷം ബുക്കിംഗ് ഉണ്ടായിരുന്നത് ശനിയാഴ്ച 88 ലക്ഷമായി ഉയർന്നു. വെള്ളിയാഴ്ച 75 ലക്ഷമായിരുന്നു. ക്ഷാമം ഭയന്ന ആളുകൾ അത്യാവശ്യത്തിനല്ലാതെയും ബുക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ക്ഷാമം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകിയ അധികൃതർ അനാവശ്യമായി ബുക്ക് ചെയ്യരുതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. 2 ബുക്കിങ്ങുകൾക്കിടയിലെ കാലപരിധി നിയന്ത്രിച്ചത് അനാവശ്യ ബുക്കിംഗ് ഒഴിവാക്കാനാണ്. നഗരത്തിൽ 2 ബുക്കിങ്ങുകൾക്കിടയിൽ 25 ദിവസം വേണം. ഗ്രാമീണ മേഖലയിൽ ഇത് 45 ദിവസമാണ്. രാജ്യത്ത് പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി തുടങ്ങിയപ്പോൾ 10% വർദ്ധിപ്പിച്ചത് ക്രമേണ 31% ആക്കിയിട്ടുണ്ട്. ഗ്യാസ് കമ്പനികൾ നേരത്തെ പ്രതിദിനം 50 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിന് വിവിധ മേഖലകൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കും അധികാരം നൽകിയിട്ടുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് മുൻഗണന. മറ്റൊരാശങ്ക പെട്രോൾ, ഡീസൽ ഇവയ്ക്ക് ക്ഷാമം ഉണ്ടാകുമോ എന്നാണ്. പെട്രോളിനും ഡീസലിനും ക്ഷാമം ഉണ്ടാകില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ആവശ്യത്തിന് സംഭരിച്ചിട്ടുണ്ട്. ആഭ്യന്തര എണ്ണ ശുദ്ധീകരണശാലകൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇറക്കുമതി പൂർണ്ണമായി തടസ്സപ്പെട്ടാലും നിലവിലെ സാഹചര്യത്തിൽ പെട്രോൾ, ഡീസൽ ക്ഷാമം ഉണ്ടാകില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ നമുക്കറിയാം ഈ സിലിണ്ടറൊക്കെ മോഷണം പോകുന്നുണ്ട്. തിരുവനന്തപുരം ചാല ആര്യശാലയിൽ LPG സിലിണ്ടർ മോഷണം പോയി. ആര്യശാലയിലെ VS ഹോട്ടലിൽ വെള്ളിയാഴ്ച പുലർച്ചെ 1:45 കവർച്ചയുണ്ടായത്. സംസ്ഥാനത്ത് ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ഹോട്ടലിന്റെ അടുക്കള ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന നിറച്ച സിലിണ്ടറുമായി കള്ളൻ കടന്നു കളഞ്ഞത്. ഗ്യാസിന് ക്ഷാമം നേരിട്ടതോടെ സിലിണ്ടറുകൾ മോഷ്ടിക്കപ്പെടുന്നത് വ്യാപാരികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.